നമസ്തേ. കേവലം മനുഷ്യബോധത്തിൽ നിന്ന് ഒരുവൻ ആത്മീയ ബോധത്തിലേക്ക് ഉയരുന്ന സമയത്ത് അവനുണ്ടാകുന്നതായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ അടയാളങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. മനുഷ്യബോധം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെക്കുറിച്ച് ഈ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചിന്തിച്ചിരുന്ന സമയത്ത് നമ്മളൊരു ശരീരം, നമുക്കൊരു മനസ്സ്, നമ്മുടെ ബുദ്ധി, അതിൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട് എന്നുള്ള രീതിയിലാണ് പല സമയത്തും ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആത്മാവിനേക്കാൾ പ്രാധാന്യം ഭൗതികമായിട്ടുള്ള ശരീരത്തിനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് ഈ ഭൗതിക ശരീരത്തിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഈ ഭൗതിക ലോകത്തിലുള്ള കർമ്മങ്ങൾ തീർക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ വാഹനമായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ആത്മബോധം ഇങ്ങനെ ഉയരുക എന്ന് പറയുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടുതൽ ജ്ഞാനോദയത്തിൻ്റെ അല്ലെങ്കിൽ കളക്റ്റീവായിട്ടുള്ള എൻലൈറ്റൻമെൻറ്റിലേക്ക് ഉയരുന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ്. ബോധമണ്ഡല വികാസം അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഭൗതികമായിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള തലം അല്ലെങ്കിൽ ഈ മാനത്തിനപ്പുറത്തേക്ക് അതർ ഡയമെൻഷൻസ് ഉണ്ട് എന്നുള്ള ഒരു അവെയർനെസ് നമുക്കുണ്ടാകുകയാണ്. അപ്പം നമുക്ക് ഇൻ്റർ ഡയമെൻഷൻസ് എന്താണ്, ഇൻ്റർ ഡയമെൻഷണൽ ബീയിങ്സ് എന്താണ് നമ്മുടെ ബോധത്തിൻ്റെ വിവിധ തലങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിൻ്റെ തലങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, ആത്മാവിൻ്റെ സീറ്റ് എവിടെയാണ്, ആത്മാവിലേക്ക് സന്ദേശങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്, പ്രപഞ്ചത്തിൻ്റെ ഏത് ഭാഗത്താണ് ദൈവം സർവ്വവ്യാപിയായിട്ടിരിക്കുകയാണോ അതോ ദൈവം ഒരു കോർ സെൻറ്ററായിട്ടാണോ ഇരിക്കുന്നത്, സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യഥാർത്ഥത്തിൽ ഈ സോഴ്സിൻ്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെക്കുറിച്ചും നമുക്കപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ചിന്ത ഉയരുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു എലവേറ്റഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിലൂടെ ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഘട്ടത്തിലേക്കൊക്കെ പ്രവേശിച്ചു പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഈ വീഡിയോയിൽ ഓരോന്നായിട്ട് വിശദീകരിക്കുകയാണ്. ഒന്നാമതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ശരീരത്തിനോടുള്ള അടുപ്പം കുറയുകയും എന്നാൽ ശരീരത്തെക്കുറിച്ചിട്ടുള്ള അവയർനെസ് വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അതായത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ശരീരം, എൻ്റെ ശരീരം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ശരീരം ആത്മാവിൻ്റെ ഒരു ഉപകരണമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ്. ശരീരം എന്ന് പറയുന്നതല്ല ഇനി ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുന്ന അവസ്ഥ, അതിനപ്പുറത്തേക്ക് അതിനെ ആത്മാവിൻ്റെ ഒരു വാഹനമായിട്ടും ഉപകരണമായിട്ടും ഞാൻ കാണുകയാണ്. അതുകൊണ്ടാണ് പല സ്പിരിച്വൽ ട്രഡീഷൻസിലും അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിലും പല ഗുരുക്കന്മാരും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ദൈവത്തിൻ്റെ ഉപകരണമാകുന്നതാണ് ഏറ്റവും വലിയ ബഹുമതി എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ദൈവത്തിൻ്റെ ഉപകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ്പാൻഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ജ്ഞാനോദയത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്നതായിട്ടുള്ള ആ ഒരു നിലവാരം, അതുതന്നെയാണ് ദൈവത്തിൻ്റെ ഉപകരണം എന്നുള്ള അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ഭൗതിക മനുഷ്യൻ എന്നുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് പ്രാപഞ്ചികമായിട്ടുള്ള അതീന്ദ്രിയ ശക്തിയുമായിട്ട് നമ്മൾ കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകുകയാണ്. യഥാർത്ഥത്തിൽ ഈ ലോകത്തെ പ്രതി ഉന്നതമായിട്ടുള്ള ബീയിങ്സ് സ്വപ്നം കാണുന്നതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കളക്റ്റീവ് എൻലൈറ്റൻമെൻറ്റ് തന്നെയാണ്. ഈ കളക്റ്റീവ് എൻലൈറ്റൻമെൻറ്റിലേക്കാണ് ഹ്യൂമൻ ബീയിങ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കളക്റ്റീവ് എവല്യൂഷൻ്റെ ഭാഗമാണ്. ഈ എവല്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് തിരിയുന്ന അവസ്ഥയിലേക്ക് കുറച്ച് മനുഷ്യന്മാരെങ്കിലും എത്തി എന്നുള്ളതാണ് ഈ ആധുനിക കാലത്തും ഇത്തരത്തിലുള്ള ആത്മീയ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചാനലിലാണെങ്കിൽ പോലും ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഭൗതികവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും മതങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടും മനുഷ്യൻ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ദൈവികമായിട്ടുള്ള അവസ്ഥകളെയും ആത്മീയതയും തിരയുക എന്ന് പറയുന്ന സമയത്ത് അതവൻ്റെ കേവലമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു നീഡിന് വേണ്ടിയല്ല, അവൻ എവല്യൂഷൻ്റെ ഭാഗത്തുകൂടി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആളുകൾ തിരിച്ചറിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മതത്തിനെ അല്ല ആരാധിക്കേണ്ടത്, അതിനപ്പുറത്തേക്ക് നമ്മൾ ആത്മീയമായിട്ട് വളരുകയാണ്, ഉയരുകയാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം കുറയുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ വല്ലാതെ പുകഴ്ത്തുന്നു, അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, നിങ്ങൾ ഒത്തിരി അങ്ങോട്ട് ഉയർന്നു പോവുകയോ അല്ലെങ്കിൽ പുളകം കൊള്ളുകയോ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഇൻഡിഫറൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾ അതിനേക്കാളും വാല്യൂ കൊടുക്കുന്നത് ആന്തരികമായിട്ടുള്ള ശാന്തതയ്ക്കാണ്, മനസ്സമാധാനത്തിനാണ്. അപ്പോൾ ആ ശാന്തത, സ്റ്റിൽനെസ്, കാമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് വളരെ വിലപ്പെട്ട ഒരു സാധനമാണ്. കാരണം അതിൽ നിന്ന് ഒത്തിരി ഓപ്പോസിറ്റ് ആളുകൾ സഞ്ചരിക്കുന്നത് കൊണ്ടും ഭൗതിക ലോകത്തിൻ്റെ മായിക വലയങ്ങളിൽ അവർക്ക് കണ്ണു കാണാൻ പറ്റാത്തതുപോലെ പെട്ടുപോകുന്നത്
ഇല്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഇന്ന് ഒരുപാട് കഠിനവും ക്രൂരവുമായിട്ടുള്ള പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അവർക്ക് വേണ്ടിയും ചിലപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിയിട്ട് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് ഇങ്ങോട്ടേക്ക് പറയുന്നില്ല. അപ്പോൾ ആളുകൾ ഭൗതികമായിട്ടുള്ള ആ അവസ്ഥയുടെ എക്സ്ട്രീമിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ ഉള്ളിലെ എത്തിക്സ്, മൊറാലിറ്റി, വാല്യൂസ്, സ്നേഹം, ഇത്തരത്തിലുള്ള ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് ആ ഒരു കാംനെസ്സും സ്റ്റഡിനെസ്സും സ്റ്റിൽനെസ്സും നഷ്ടപ്പെട്ടിട്ട് അവൻ എന്തിനോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഭ്രാന്തമായിട്ട് പോകുന്നതായിട്ടുള്ളൊരു സാഹചര്യം നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പൊളാരിറ്റിയാണ്. അതായത് നമ്മൾ ആത്മീയമായിട്ടുള്ള അവസ്ഥ ഒരു വശത്തുണ്ടെങ്കിൽ ഈ എക്സ്ട്രീം ഭൗതികമായിട്ടുള്ള അവസ്ഥ മറ്റൊരു വശത്തും ഉണ്ട് എന്നുള്ളതാണ്. ബാലൻസ്ഡ് ആയിട്ട് പോവുകയും ആത്മീയതയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന സമയത്താണ് നമുക്ക് സ്റ്റെബിലിറ്റി പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. കണക്കുകളും ആഡംബരവും ഒന്നും നമുക്ക് വിലയില്ലാത്തതായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറുകയാണ്. അതിനപ്പുറത്തേക്ക് ആ കണക്കുകളുടെയും ആഡംബരത്തിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിലുള്ള ലക്ഷറി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ലക്ഷറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആത്മീയമായിട്ടുള്ള ഒരു ലക്ഷറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആത്മാവിൻ്റെ കാര്യങ്ങളിലേക്ക്, അതിൻ്റെ പരിചരണത്തിലേക്ക് നമ്മൾ തിരിയുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് സെൽഫ് ഡിസ്കവറി ഉണ്ടാവുകയും നമ്മൾ സൃഷ്ടാവുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യുകയാണ്. അതിനൊരു മതത്തിൻ്റെ ആവശ്യമില്ല, അതിന് ഏതെങ്കിലും ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഉള്ളിലേക്ക് തന്നെ നോക്കി തിരിച്ചറിയുന്നതായിട്ടുള്ള സെൽഫ് അവെയർനെസ്സിൻ്റെ ഏറ്റവും ആഴത്തിലുള്ളതും കൂടുതൽ വ്യക്തവുമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അടുത്തതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സമയത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ബോധത്തിൽ വലിയൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പണ്ടൊക്കെ ചെറുപ്പകാലത്തൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങൾ ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കും: എനിക്ക് 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകണം, അതിനുശേഷം +2 പാസ്സാകണം, അതിനുശേഷം ഡിഗ്രി പാസ്സാകണം, അതിനുശേഷം ഒരു ജോലി മേടിക്കണം. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് എപ്പോഴും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റുള്ളവരെ പ്രതി, സമൂഹത്തിനെ പ്രതി, മറ്റുള്ളവരുടെയും സമൂഹത്തിൻ്റെയും പ്രവർത്തികളുടെയും വർത്തമാനത്തിൻ്റെയും പ്രതി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ ആകുലതയെ കുത്തിവെക്കുകയാണ്. അപ്പോൾ ഈ ആൻസൈറ്റി അല്ലെങ്കിൽ ആകുലത നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ട് മാറുകയാണ്, ടെൻസ്ഡ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വത്ത് എന്താണെന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റുള്ള സമൂഹത്തിൽ നിന്നും പുറത്തുനിന്നും കേൾക്കുന്നതായിട്ടുള്ള ഒച്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് കിട്ടിയ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയും എന്തിലേക്കൊക്കെയോ എത്തിച്ചേരുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പല മനുഷ്യന്മാർക്കും അവർ ആയിരിക്കുന്ന ജോലി, ആയിരിക്കുന്ന മേഖല അല്ലെങ്കിൽ ആയിരിക്കുന്ന ജീവിതം, അതിൻ്റെ അവസ്ഥകളിലൊന്നും സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കണ്ടെത്താൻ സാധിക്കാത്തതും ഉന്നതമായിട്ടുള്ള ഹയർ എനർജിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കാത്തതും. അപ്പം നമ്മൾ ഈ പറയുന്ന ആത്മീയ വളർച്ചയുടെ ഭാഗത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ലക്ഷണം, അതായത് നമുക്ക് എപ്പോഴും നാളെയെക്കുറിച്ചും ഇന്നലെയെക്കുറിച്ചുമുള്ള ചിന്ത, സമയത്തിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ അവബോധം മാറുകയാണ്. നാളെയെക്കുറിച്ച് നമ്മൾ ആകുലതപ്പെടുന്നില്ല. അതുപോലെ തന്നെ പല ആളുകളും ഇന്ന് ഒത്തിരി പേരുണ്ട് ഭൂതകാലത്തിൽ ജീവിക്കുന്ന ആളുകൾ. ഭൂതകാലത്തിലെ കാര്യങ്ങൾ മറക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതെപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, അതെപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പക, വൈരാഗ്യം, വിദ്വേഷം ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മുക്തി നേടാനോ രക്ഷ നേടാനോ സാധിക്കുന്നില്ല. ഗിൽറ്റ് എപ്പോഴും അല്ലെങ്കിൽ കുറ്റബോധം എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നത്? പാസ്റ്റിൽ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഭൂതകാലത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ആത്മീയ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ഈസ് ഓൾറെഡി നടന്നുപോയൊരു കാര്യമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് അവിടെ നിന്ന് കിട്ടിയതായിട്ടുള്ള പാഠങ്ങൾ മനസ്സിലാക്കാനും തെറ്റുകൾ മനസ്സിലാക്കി നമ്മുടെ ഈ പ്രസൻറ്റ് ജീവിതത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ പോകാനും മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ എന്താണ് നമുക്ക് നാളെ, ഇപ്പം നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന എനിക്ക് അടുത്ത നിമിഷം ഞാൻ ഏതവസ്ഥയിലാണെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾക്കും അറിയില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കും അറിയില്ല. അപ്പം ഫ്യൂച്ചറിലും നമുക്ക് പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല. അപ്പം നമുക്കാകെ എനിക്കിപ്പോൾ കൺട്രോളുള്ളത് എന്താണ്? നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആത്മാർത്ഥമായിട്ടും ക്ലാരിറ്റിയോട് കൂടിയും സംസാരിക്കുക എന്നുള്ളതാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അത് അത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുക, സെൽഫ് റിഫ്ലക്ഷൻ നടത്തുക, എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉന്നതമായിട്ടുള്ള ചിന്തയിലേക്ക് പോവുക എന്നുള്ളതുമാണ്. അപ്പം നമുക്ക് വാട്ട് വി ഹാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റൈറ്റ് നൗ നമുക്ക് പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ പ്രസൻറ്റ് എന്ന് പറയുന്ന അതിലേക്ക് നമ്മുടെ അവബോധത്തിനെ എർത്ത് ചെയ്യുകയാണ്. അപ്പോൾ പ്രസൻറ്റിലുള്ള കാര്യങ്ങളെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും
ആസ്വദിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്ന ആ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആ മൈൻഡ്ഫുൾനെസ് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുകയാണ്. അപ്പോൾ പ്രസൻറ്റ് ശരിയായി കഴിഞ്ഞാൽ ഈ പ്രസൻറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബോൾ എടുത്തിട്ട് ഞാൻ ഈ മൈക്കിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അത് ഇനിഷ്യലി ഞാൻ പ്ലേസ് ചെയ്ത് ആ സ്ഥലത്തിനനുസരിച്ചാണ് പിന്നീട് ഞാൻ കൈ മാറ്റുമ്പോൾ ആ ബോൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനം എടുക്കുന്നത്. സോ പ്രസൻ്റാണ് അതിൻ്റെ പിന്നീടുള്ള അവസ്ഥയെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്ത് ചോയ്സ് ഞാൻ എടുത്തു, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, എൻ്റെ പാസ്റ്റിനെ പ്രതി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബ്രില്യൻ്റ് ആയിട്ട് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിച്ചു, എന്തൊക്കെ രീതിയിൽ എനിക്ക് പുതിയ സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഫ്യൂച്ചർ കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല, പാസ്റ്റിനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യവുമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള അവബോധം നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അടുത്തതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. കോപം, വേദന, ഭയം, ഈ 3 കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വരുന്ന സമയത്ത് പരിസരത്തെക്കുറിച്ച് ബോധമില്ല, മുന്നിലുള്ള ആരാന്നുള്ള ബോധമില്ല, ഈ ഞാൻ എന്താണെന്നുള്ള ബോധം പോലും ഇല്ല. അപ്പോൾ ദേഷ്യത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ സാധനങ്ങൾ വലിച്ചെറിയും, മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്തത് പറയും, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും. പല രീതിയിലുള്ള പ്രവർത്തികൾ ആളുകൾ കാഴ്ചവെക്കാറുണ്ട് കോപം എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഉണ്ടാകുന്ന സമയത്ത്. കാമ, ക്രോധ, ലോഭ, മോഹ സൈന്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൈന്യം എപ്പോഴും നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ റൈറ്റായിട്ടുള്ള പാത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്ന രീതിയിൽ. വികാരങ്ങളൊക്കെ നമുക്ക് വേണം, ബട്ട് അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ കോപിച്ച എന്നെക്കുറിച്ച് എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആത്മീയ വളർച്ചയിലേക്ക് വരുമ്പോൾ കോപം ഇല്ലാണ്ടാകുന്നല്ല ഞാൻ പറയുന്നത്, കോപമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ കോപിക്കുന്ന വേളയിൽ തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് ആ സെയിം ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനും പറ്റും, ആരാണ് കോപിക്കുന്നത്, ഈ കോപിക്കുന്ന ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മറ്റേ ആളോട് എന്താണ് പറഞ്ഞത്. അതായത് ബോധത്തോടു കൂടി കോപിക്കാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റം വരികയാണ്. അപ്പം നമുക്ക് എന്ത് സാധിക്കും, നമുക്ക് കോപത്തിൻ്റെ മുകളിൽ നിയന്ത്രണമായി. കോപത്തിൻ്റെ മുകളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും, നമുക്ക് കോപത്തിനെ അഭിനയിക്കാനായിട്ട് സാധിക്കും. അത് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് കോപം അഭിനയിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ കോപം, അതുപോലെ തന്നെ ഭയത്തിൻ്റെ കാര്യത്തിൽ, പണ്ട് നമ്മൾ ഭയന്ന സമയത്ത് നമ്മളെല്ലാം മറന്നു, പുറകിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ പ്രേത, ഭൂത, പിശാചിനെ ആയിരുന്നു നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യനെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളെ ആയിരിക്കും ചിലർക്ക് പേടി. അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ പേടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പേടിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ ആരെയാണ് പേടിക്കുന്നത്, മനുഷ്യനേക്കാൾ വലിയൊരു ഭൂതം ഉണ്ടോ, എന്നേക്കാൾ വലിയൊരു ഭൂതം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നുള്ളതാണ്. കാരണം നമുക്ക് കുറച്ചും കൂടി ബ്രോഡായിട്ട് നമുക്ക് മുകളിൽ കൂടെ ചിന്തിക്കാൻ പറ്റുകയാണ്. ഈ കോപിക്കുന്ന ഞാൻ ആര്, എന്ത്, ഞാനും ഒരു ആത്മാവാണ്, മറ്റൊരാത്മാവിനെ, മനുഷ്യൻ്റെ ആത്മാവായാലും ഇന്റർ ഡയമെൻഷണൽ ബീയിങ് ആയാലും ഞാൻ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ, ഞാൻ ഈ ഭൗതിക ശരീരത്തിന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആത്മീയ ജീവിയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു അവയർനെസ് എന്ന് പറയുന്ന ഈ ഭയത്തെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ പറയും, ഞാൻ ഏത് ശവക്കല്ലറയിലും സെമിത്തേരിയിലും പോയി ഏത് രാത്രിയിൽ വേണമെങ്കിലും ഇരിക്കാം, ഏത് രീതിയിലുള്ള പ്രേതഭൂത പിശാചുക്കളുമായിട്ട് ഞാൻ സംസാരിക്കാനും റെഡിയാണ്, അവരോട് കമ്പനി കൂടാനും റെഡിയാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നുള്ളതാണ്. ബിക്കോസ് യു മാസ്റ്റേർഡ് ഫിയർ എന്നുള്ളതാണ്, ഭയത്തിനെ നിങ്ങൾ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെയുള്ള കാര്യമാണ് വേദനയും ദുഃഖവും. ഞാൻ ഭൗതികമായിട്ടുള്ള വേദനയ്ക്ക് അപ്പുറത്തേക്ക് മാനസികമായിട്ടുള്ള ദുഃഖത്തിലാണ് ഇവിടെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഭൗതികമായിട്ടുള്ള വേദന വന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു ആത്മീയ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത് നമ്മൾ പല വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് മാനസികമായിട്ടുള്ള വേദനകൾ വരുന്ന സമയത്താണെങ്കിലും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വേദനിക്കുന്നു, പണ്ടെനിക്ക് വേദന വന്നപ്പോൾ വേദനയായിരുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇന്നെനിക്ക് വേദന വരുമ്പോൾ വേദനയ്ക്ക് മുകളിൽ എൻ്റെ ചിന്ത കൊണ്ട് എനിക്ക് വേദനയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയാണ്. ഏത് വിധത്തിൽ എനിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ വേദനിക്കുന്നു, എവിടെ നിന്നാണ് എനിക്ക് ഈ വേദന വരുന്നത്, എത്ര നാളായി എനിക്ക് ഈ വേദന തുടങ്ങിയിട്ട്, ഞാൻ എത്ര കാലം ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കും, ഈ വേദന ഞാൻ കുറേ കാലം സഹിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ ദോഷം എന്താണ്. ഈ വേദനയെ ഒരു പുഷ്പം പറിച്ചു കളയുന്നത് പോലെ പറിച്ചു കളയുന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ ആത്മീയമായിട്ട് ഇത്തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ഉയർന്നു വരുമെന്നുള്ളതാണ് ചുരുക്കത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ വികാരങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനെയൊക്കെ പുറത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുകയാണ്. അത് നമ്മളെ കീഴ്പ്പെടുത്തുന്നില്ല, മറിച്ച് നമ്മൾ അതിനെ നിയന്ത്രിക്കുകയാണ്, കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മെരുങ്ങാത്ത ഏത് കാട്ടുകുതിരയും നമുക്ക് മെരുക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ആത്മീയമായിട്ട് വളരുന്ന സമയത്ത്. നീ എന്ന് പറയുന്ന വ്യക്തി വികാരങ്ങളല്ല, വികാരങ്ങൾക്ക് അടിമപ്പെട്ടതായിട്ടുള്ള ഒരു സംഗതിയുമല്ല, മറിച്ച് അതിനെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു ബോധമാണ് നീ എന്ന് പറയുന്ന വ്യക്തി. ഈ തിരിച്ചറിവ് ഏറ്റവും മഹത്തായ തിരിച്ചറിവുകളിൽ ഒന്ന് തന്നെയാണ്.
ഇത് നമ്മൾക്ക് വേദന, ഭയം, നിരാശ തുടങ്ങിയിട്ടുള്ള പല രീതിയിലുള്ള അവസ്ഥകളെയും മറികടക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. സഹജീവികളോട് കരുണയും ബന്ധവും തോന്നുന്നതായിട്ടുള്ള അവസ്ഥയാണ് അടുത്തതായിട്ടുള്ളത്. എത്ര പഠനമുണ്ടായിട്ടും എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല. എൻ്റെ വകുപ്പിൽപ്പെട്ട ആൾക്കാരോട് മാത്രമാണ് അവർ മാത്രമാണ് യഥാർത്ഥത്തിലുള്ളവർ, ബാക്കിയുള്ളവരൊക്കെ ഔട്ട്കാസ്റ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ വളരെ പാവപ്പെട്ട ആളുകൾ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. മനുഷ്യന്മാരുടെ കാര്യം മാത്രമല്ല, ഈ പറയുന്ന പക്ഷിമൃഗാദികളും ഈ പറയുന്ന മരങ്ങളും ഈ പറയുന്ന നദിയും പുഴയും എല്ലാം ഒരു എനർജി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ പറയുന്ന ജാതി വേർതിരിവുകളും അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വേർതിരിവുകൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് നമ്മൾ ആത്മീയമായിട്ട് വളരുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് വളരുന്ന സമയത്ത് നമുക്ക് മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നും മറ്റ് ഇത്തരത്തിലുള്ള പല വിഭാഗീയ വർഗീയ ചിന്തകളുടെ ചട്ടക്കൂടിൽ നിന്നും ഒക്കെ പുറത്തു വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള മൊത്തത്തിലുള്ള ബിഗ് പിക്ചർ കണ്ടു കഴിഞ്ഞു. എവറിത്തിങ് ഈസ് പാർട്ട് ഓഫ് വൺ എനർജി എന്നുള്ളത്, എല്ലാ ഒരു എനർജി സിസ്റ്റത്തിൻ്റെ വിവിധ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് എന്നുള്ളത്. വി ഹാവ് സോഴ്സ്. ആ സോഴ്സാണ് എല്ലാത്തിൻ്റെ ഉറവിടം. ആൻഡ് ആ സോഴ്സിൻ്റെ വിവിധ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യൻ ഊർജം തേടുന്നത് പാർട്ടികൾ, ഡാൻസ്, പാട്ട്, തിരക്കുകൾ തുടങ്ങിയ കാര്യങ്ങളുടെ ഇടയിലാണ്. പബ്ബുകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ നൃത്തം നടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് മനുഷ്യൻ ഇങ്ങനെ ഊർജം തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആത്മീയമായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഊർജത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റിനെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ ഫോറസ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ ശാന്തതയിലൂടെ നമുക്ക് നമ്മളെ ഊർജ്ജത്താൽ നിറയ്ക്കാനായിട്ട് സാധിക്കുന്നു. പുറത്തുള്ള മനുഷ്യരുണ്ടാക്കുന്നതായിട്ടുള്ള കോലാഹലങ്ങളല്ല നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ വേൾഡിന് നമുക്ക് ശാന്തത സീക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ശാന്തതയും ആ സൈലൻസുമാണ് നമ്മുടെ ആത്മാവിനെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ടൗണിൽ കൂടെ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു വനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമ്മളവിടേക്ക് കാലെടുത്ത് വെക്കുന്ന മാത്രയിൽ തന്നെ ഉണ്ടാകുന്ന ശാന്തത, തണുപ്പ്, അവിടുത്തെ പക്ഷികളുടെയൊക്കെ ശബ്ദം, അവിടുത്തെ കാറ്റിൻ്റെ ശബ്ദം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നത് ഞാൻ ഈ പറയുന്ന സമയത്ത് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ചില ആളുകളുണ്ട്, പെട്ടെന്ന് ശരീരം ക്ഷീണിക്കുമ്പം അവർ ക്ഷീണിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആത്മാവും മനസ്സും ക്ഷീണിക്കുന്നു, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പ്രകടിപ്പിക്കുന്നത്. ആയിരിക്കുന്ന ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഹൈപ്പർ റിയാക്ഷൻസ് വരുന്നത്. വൺസ് നമ്മൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇതിനപ്പുറത്തേക്ക് നമ്മൾ ശാരീരികമായിട്ട് എത്ര മടുത്തിട്ടുണ്ടെങ്കിലും എത്ര ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും എത്ര തളർന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും തിളക്കം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് സാധ്യതകൾ അല്ലെങ്കിൽ പോസിബിലിറ്റീസിനെ പറ്റിയുള്ള, ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയുള്ള ബോധം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പണമുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്, ആത്മീയമായിട്ട് വളരാനുള്ള സാധ്യതകളുണ്ട്, നമ്മുടെ ശരീരത്തിനെ കൂടുതൽ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്, കൂടുതൽ യാത്രകൾ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനം കൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, വനത്തിൽ പോയിരുന്ന് ധ്യാനിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ജീവിതത്തിനെ പല രീതിയിൽ മെച്ചപ്പെടുത്തി ഉയർത്തിക്കൊണ്ടു പോകുവാനും നമ്മുടെ ചുറ്റിനുള്ളവർക്കും സമൂഹത്തിനും ഗുണകരമാകുന്ന രീതിയിൽ കർമ്മം നടത്തുവാനായിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റീസ്, സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ സാധ്യതകളെ നമുക്ക് സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ്. മുമ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചതായിട്ടുള്ള പല കാര്യങ്ങളും സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന സമയത്ത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് അക്കംപ്ലീഷ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർ വലുതാണ്, വലിയ ടാസ്ക്കാണ് എന്നൊക്കെ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെ നിങ്ങളും വലുതാണ്, വലിയ ടാസ്ക്കാണ് എന്നൊക്കെ വിചാരിച്ച ആ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതമാകുന്ന വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഈ ശരീരവും ഈ ഭൗതിക ജീവിതത്തിലൂടെ നിങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുവാനായിട്ട് നിങ്ങളുടെ ആത്മാവ് തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അണുക്കളുടെ മാനിഫെസ്റ്റേഷനാണ് നിങ്ങളുടെ ശരീരം എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പല സമയത്തും ഇമ്പോസിബിൾ എന്ന് ആക്കി മാറ്റുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഈ പരിമിതികളാണ്, നമ്മുടെ ചിന്തയുടെ ചട്ടക്കൂടുകളാണ്. നമുക്ക് സമൂഹം തന്നതായിട്ടുള്ള കുറേ ബൗണ്ടറീസ് ഉണ്ട്. നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ നമ്മുടെ ഉള്ളിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുത്തി നിറച്ചുകൊണ്ട് ഉണ്ടാക്കിയതായിട്ടുള്ള കുറേ ചട്ടക്കൂടുകളും വിലങ്ങുതടികളും തടസ്സങ്ങളും ഉണ്ട്.
അതിൻ്റെയൊക്കെ പരിമിതികളെ നിങ്ങൾ ആത്മീയമായിട്ട് വളരുന്ന സമയത്ത് ഓവർകം ചെയ്യുന്നു. അങ്ങനെ മനസ്സിൻ്റെ പരിമിതികൾ ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ബീയിങ്ങും അതിൻ്റെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യലുള്ള എനർജിയും തിരിച്ചറിയുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. അതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് ഒരിക്കലും നമ്മളെ താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങളുടെ കുട്ടികളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ആയിക്കോട്ടെ, ആരുമായിട്ടും താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു തെങ്ങിനെയും കവുങ്ങിനെയും നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടിൻ്റെയും പർപ്പസ് ഡിഫറൻ്റ് ആണ്. അതുപോലെ ഈ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളുടെയും പർപ്പസ് ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. സോ കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ ഒരു ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിതരവും മിഥ്യയുമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഏകരൂപവൽക്കരണത്തിന് വേണ്ടിയല്ല നിങ്ങളവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ യുണീക്കായിട്ടുള്ള അവസ്ഥയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയും അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയും അതുവഴി നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടിയുമാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ ജന്മത്തിൽ അത് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിലൂടെ നമ്മൾ വീണ്ടും വരേണ്ടിയിരിക്കും എന്നുള്ളതാണ്. മോക്ഷത്തിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങളോടുള്ള സമീപനം നമുക്ക് മാറുകയാണ്. ശത്രുക്കൾ മിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറി ആദ്യം ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നീട് നമുക്ക് എല്ലാവരും മിത്രങ്ങളെ പോലെ തന്നെ ആകുകയാണ്. എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുക എന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ ആളുകളെ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടും സന്തോഷിപ്പിച്ചിട്ടും നമ്മുടെ വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ടായിരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ ഒരുപാട് അടിച്ചമർത്തുകയും തകർക്കാനായിട്ട് ശ്രമിക്കുകയും നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുകയും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തിരിച്ചറിയുകയാണ്, ഈ തകർച്ചകൾ അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിച്ചതായിട്ടുള്ള അവസ്ഥകൾ എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ആ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ വളർച്ചയിലേക്ക് തന്നെയായിരുന്നു കലാശിച്ചത് എന്നുള്ളത്. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ശത്രുക്കളും പരാജയവും ഇല്ല എന്നുള്ളതാണ്. ശത്രുക്കളെയും പരാജയത്തിനെയും ഒക്കെ നമ്മൾ മറികടന്നുകൊണ്ട് നമ്മൾ ഈ വലിയ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എൻ്റെ ആത്മീയ യാത്രയിലേക്ക് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തടസ്സങ്ങളും പരാജയങ്ങളും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ വീണ്ടും ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സ്പിരിച്വൽ ബീയിങ് എന്നുള്ളതിലേക്ക് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ട് ഇത് സമാപിക്കുന്ന ഈ വേളയിലേക്ക് എത്തുമ്പോഴേക്കും മുൻപ് ഞാൻ ഈ വ്യക്തി എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയ്ക്കപ്പുറത്തേക്ക് ഞാൻ ഇപ്പോൾ ഒരു ഊർജമാണ്, ഞാനിപ്പോൾ ഒരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടാകുകയാണ്. അപ്പം ഞാൻ ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഊർജമാണ് എന്നുള്ളതും ഞാൻ ഒരു ഉന്നതമായിട്ടുള്ള ബോധമാണ് എന്നുള്ളതും തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ് എന്ന് പറയുന്ന ശക്തിയുമായിട്ട് സമരസപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളവിടെ മെർജാകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ റിയൽ സെൽഫ്, നിങ്ങളുടെ ഐഡിയൽ സെൽഫ് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ രണ്ടും കൂടെ യോജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ദൈവവുമായിട്ട് മെർജ് ചെയ്യുന്നതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിനോടൊപ്പം നമ്മളെ തന്നെ കണ്ടെത്തുകയാണ്. ഏറ്റവും സ്നേഹമുള്ള മനുഷ്യരൊക്കെ പറയും നമ്മൾ ഒന്നാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ദൈവവും മനുഷ്യനും ഒന്നാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും അടിമയെപ്പോലെ പല മതഗ്രന്ഥങ്ങളിലും പറയുന്നത് പോലെ ഇരുന്ന് ദൈവത്തിനെ ആരാധിക്കുകയും ആരാധിച്ചില്ലെങ്കിൽ കോപപ്പെടുന്നതായിട്ടുള്ള ഒരു ദൈവമൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ആത്മീയമായിട്ട് വളർന്ന് ആ പടിയുടെ മുകളിലേക്ക് ചെല്ലുന്ന സമയത്താണ് നമുക്ക് ദൈവത്തിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും റിലീജിയസ് റിച്വൽസ് നടത്തിയത് കൊണ്ടോ ആരാധനകൾ നടത്തിയത് കൊണ്ടോ ഇടനിലക്കാരൻ കൈപിടിച്ച് കയറ്റുന്നതായിട്ടുള്ളൊരു അവസ്ഥയൊന്നുമല്ല. നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം വരും. നിങ്ങൾ ദൈവത്തിനെ അന്വേഷിച്ച് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പം യഥാർത്ഥത്തിൽ നാം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറഞ്ഞതുപോലെ നാം തന്നെയാണ് ദൈവികമായിട്ടുള്ള അംശങ്ങൾ. ആ അംശത്തിലേക്ക് നമ്മൾ യോജിക്കുന്നു. നമ്മൾ ആ അംശത്തിൻ്റെ ഉയർന്ന ഫ്രീക്വൻസിയിലേക്കും ഉയർന്ന ബോധത്തിലേക്കും മെർജാകുന്നു. അത്തരത്തിൽ നമ്മൾ ജ്ഞാനോദയത്തിലൂടെ കളക്റ്റീവായിട്ടുള്ള എവല്യൂഷൻ, കളക്റ്റീവായിട്ടുള്ള എൻലൈറ്റൻമെൻറ്റിലൂടെ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ദുഷ്ടശക്തികൾക്ക് അതീതമായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ സന്ദേശം തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഈ കലിയുഗത്തിൽ തുടരുവാൻ വേണ്ടി നമസ്തേ.